ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം. എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ മലയാള സിനിമ ദിശാവ്യതിയാനത്തിന്റെ തിരസാക്ഷ്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ജയകൃഷ്ണൻ സംസാരിക്കുന്നു. മലയാള സിനിമയുടെ ദിശാവ്യതിയാനത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളിൽ പ്രധാനപ്പെട്ട 3 പേര് ഇവിടെ ഉണ്ട്. അത് ഇവിടെ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അത് രാഘവൻ മാസ്റ്ററും ഭാസ്കരൻ മാഷും ചിദംബരനാഥ് മാഷും ഉദയഭാനു സാറുമാണ്. ഉദയഭാനു സാറ് വളരെ കുറച്ച് കാലേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ചിദംബരനാഥ് മാഷ് സംഗീതത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ആളാണ്. എന്നാൽ ഭാസ്കരൻ മാഷ് എല്ലാ മേഖലകളിലും ജ്വലിച്ചു നിന്ന ഒരാളാണ്. ഈ രാഘവൻ മാസ്റ്ററുടെയും ഭാസ്കരൻ മാഷുടെയും ഒരു കൂടിച്ചേരലിൽ മലയാളത്തിന് കിട്ടിയത് മലയാള ചലച്ചിത്രത്തിൻ്റെ ഭാവുകത്വം പൂർണ്ണമായി മാറുകയാണ് ചെയ്തത്. നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമ വെറും നമ്മൾ സാധാരണ പറയുക മ്യൂസിക് എന്ന ഒരർത്ഥത്തിലാണ്, പാട്ടിനെക്കുറിച്ചാണ് പറയുക. പക്ഷെ പാട്ടിൽ മാത്രമല്ല മാറ്റമുണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നീലക്കുയിലിലെ പ്രമേയം, നീലക്കുയിലിൻ്റെ സംവിധാന രീതി, അതിനകത്തുള്ള അതിൻ്റെ സംഭാഷണങ്ങൾ, അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലും മുമ്പിലായിരുന്നു നീലക്കുയിൽ. നീലക്കുയിൽ വരുന്നതോടു കൂടിയാണ് സിനിമാറ്റോഗ്രാഫിയിൽ വളരെ വലിയ ഒരു വ്യത്യാസം വരുന്നത്. വിൻസെൻ്റ് മാഷായിരുന്നു അതിൻ്റെ സിനിമാറ്റോഗ്രാഫി. അതുമല്ല, ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും മലയാളികളാവണമെന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റർ ഒഴിച്ച് ബാക്കി എല്ലാവരും മലയാളികളായിരുന്നു. ടി കെ പരീക്കുട്ടി എന്ന് പറയുന്ന കൊച്ചിയിലുള്ളൊരു വ്യവസായിയാണ് ആ സിനിമ എടുക്കാൻ തയ്യാറായത്. അദ്ദേഹം മലയാളത്തിൽ വ്യത്യസ്തമായ സിനിമകൾ മാത്രം എടുത്തിട്ടുള്ള ഒരാളാണ്. ഈ സിനിമ എടുത്തത് അദ്ദേഹമാണ്. അത് കഴിഞ്ഞിട്ട് രാരിച്ചൻ എന്ന പൗരനെടുത്ത സിനിമ എടുത്തത് അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പാണ്, ഒരു ടീമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അതിന് നിമിത്തമായത്, അല്ലെങ്കിൽ കോഴിക്കോട് ആകാശവാണി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് ഇവർ മുന്നോട്ട് വന്നത് എന്നുള്ളത് വലിയ ഒരു യാദൃശ്ചികതയാണ് എന്ന് പറയാൻ വയ്യ. അതൊരു നിയോഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നീലക്കുയിലാണ് ആദ്യമായിട്ട് ഒരു അടിയാളത്തി പെണ്ണിനെ പ്രണയിക്കാമെന്നും അവൾക്ക് പാടാമെന്നും നമ്മളോട് പറഞ്ഞത് നീലക്കുയിലാണ്. ലാളിത്യം അല്ലെങ്കിൽ പ്രമേയത്തിലുള്ള നാടോടിത്തം, സംഗീതത്തിൽ അതിൻ്റെ രചനയിലും അതിൻ്റെ സംഗീതത്തിലുമുള്ള നാടോടിത്തം, എല്ലാ അർത്ഥത്തിലും നീലക്കുയിൽ ഒരു വലിയ പൊളിച്ചെഴുത്ത് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഒരു 54 എന്ന് പറയുന്ന കാലത്തെ ചേർത്ത് വെച്ചിട്ട് വേണം ഇത് പറയാൻ. അല്ലാതെ ജെയിംസ് കാമറൂണിൻ്റെ സിനിമയുടെ കാലത്ത് നീലക്കുയിൽ നാടകീയത ഉണ്ട് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം അന്ന് നാടകീയത ആയിരുന്നു സിനിമ. ഒരു സ്റ്റേജ് അങ്ങനെ തന്നെ ക്യാമറയിൽ പകർത്തുന്ന രീതിയാണ് ഒരുപാട് കാലം മലയാള സിനിമ അനുവർത്തിച്ചു പോകുന്നത്. അതിൻ്റെ അംശങ്ങൾ അതിലുണ്ടായിരുന്നു. സംഭാഷണത്തിൽ നാടകീയത ഉണ്ടായിരുന്നു, അതിൻ്റെ റെൻഡറിങ്ങിലുണ്ടായിരുന്നു, അതിൻ്റെ മൂവ്മെൻറ്റ്സിലുണ്ടായിരുന്നു. പക്ഷേ നീലക്കുയിൽ ചെയ്തത് സ്റ്റുഡിയോയുടെ പശ്ചാത്തലത്തിൽ നിന്ന് സിനിമയെ കുറേ ഭാഗം നാട്ടും പുറത്തേക്ക് കൊണ്ടുവന്നു. അത് പൂർത്തീകരിച്ചത് വാസ്തവത്തിൽ പി എൻ മേനോൻ സാറാണ്. പി എൻ മേനോൻ സാറാണ് ശരിക്കും മലയാള സിനിമയുടെ പരിപൂർണമായുള്ള ഭാവുകത്വത്തെ മാറ്റിയത്. തികച്ചും മലയാളിത്വ സ്വഭാവമുള്ള ഒരു സിനിമ മലയാളിക്ക് കൊണ്ടുവന്ന ആൾ പി എൻ മേനോനാണ്. നമ്മൾ സാധാരണ പറയുക ചെമ്മീൻ എന്നാണ്. പക്ഷേ ചെമ്മീനിന് അതിൻ്റെ ബാക്കി പരിചരണ സംബന്ധിയായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ചെമ്മീനിൻ്റെ സംവിധായകനായ രാമു കാര്യാട്ടും പി ഭാസ്കരൻ എന്ന കവിയും കൂടിച്ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമയുടെ തിരക്കഥ ആകാശവാണിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന മറ്റൊരു വലിയ എഴുത്തുകാരൻ ഉറൂബാണ് ഈ സിനിമയുടെ തിരക്കഥയും സംഭാഷണവും രചിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിരക്കഥയ്ക്ക്, സംഭാഷണത്തിന് അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മലയാള സിനിമയുടെ വലിയ ദിശാവ്യതിയാനം ഉണ്ടാക്കിയ 2 സിനിമകൾ, ഒരു ദേശത്തെക്കുറിച്ചാണ് നീലക്കുയിൽ പറഞ്ഞതെങ്കിൽ ഒരു ദേശത്തെയല്ല, ഒരു രാജ്യത്തെ തന്നെ, ഭാരതത്തിൻ്റെ തന്നെ, ലോകത്തിലെവിടെയും നടക്കാൻ സാധ്യതയുള്ള ഒരു കഥയാണ് രാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, ഇതിൻ്റെ ഒക്കെ സംഗീത സംവിധാനം രാഘവ മാഷായിരുന്നു എന്നുള്ളതാണ്.
ലളിതഗാനം എന്ന് പറയുന്ന ഒരു സംവിധാനം മലയാളിക്ക് കൊടുത്തത് 2 സംഗീത സംവിധായകന്മാരാണ്. ഒന്ന് പറവൂർ ജി ദേവരാജൻ എന്ന് പറയുന്ന ദേവരാജൻ മാഷും, മറ്റൊന്ന് രാഘവൻ മാഷും. അതുവരെ നമുക്ക് എടുത്തു പെരുമാറാൻ ലളിതഗാനം കുറവായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ആകാശവാണി ഉണ്ടാക്കുന്ന പാട്ടുകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് മഹാന്മാർക്ക് ജന്മം കൊടുത്ത, ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളൊരു വലിയ സ്ഥാപനമാണ് ആകാശവാണി. ഈ 52 ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഭാസ്കരൻ മാഷും രാഘവൻ മാഷും കൂടി ചെയ്ത ഒരു പാട്ടിൽ തുടങ്ങാമെന്ന് തോന്നുന്നു. അത് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ ചില സോണറ്റുകളെ ആലംബിച്ചിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. പാടാനോർത്തൊരു മധുരിതഗാനം പാടിയതില്ലല്ലോ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ലോകത്തിൽ മഹാകവികളിൽ ഒരാളായിട്ടുള്ള ടാഗോർ പാടാനായി ഞാൻ കരുതിയ ഗാനം പാടിയില്ലല്ലോ ഇതുവരെയും എന്നാണ് എഴുതിയിട്ടുള്ളത്. അതാണ് ഈ പാട്ടെഴുത്തുകാരനും കവിയും തമ്മിലുള്ള വ്യത്യാസം. മാഷ് അത് എഴുതിയപ്പോൾ പാടാൻ ഓർത്തൊരു മധുരിതഗാനം പാടിയതില്ലല്ലോ. ഇത് പാടിയിട്ടുള്ളത് കോഴിക്കോട് അബ്ദുൽ ഖാദറാണ്. അപ്പോൾ ആ പാട്ടിൽ തുടങ്ങാം എന്ന് തോന്നുന്നു. പാടാനോർത്തൊരു മധുരിതഗാനം പാടിയതില്ലല്ലോ ഞാൻ പാടിയതില്ലല്ലോ. പാടാനോർത്തൊരു മധുരിതഗാനം പാടിയതില്ലല്ലോ ഞാൻ പാടിയതില്ലല്ലോ. കയ്യിലെ വീണ് മുറുക്കിയൊതുക്കി കാലം പോയല്ലോ വെറുതെ കാലം പോയല്ലോ. ഞാൻ പാടാനോർത്തൊരു മധുരിതഗാനം പാടിയതില്ലല്ലോ ഞാൻ പാടിയതില്ലല്ലോ. ഇന്ത്യയിൽ ഒരു കമ്പോസറും എഴുതി കൊടുത്ത വരികളെ ഇത്ര മനോഹരമായിട്ട് നാടോടി സംഗീതത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പാട്ടിനൊക്കെ തന്നെ രവീന്ദ്ര സംഗീതവുമായിട്ട് ബന്ധമുണ്ട്. രവീന്ദ്ര സംഗീതത്തിൻ്റെ ഒരു റൂട്ടിലാണ് മാഷ് ഈ പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. മാഷ് ചെയ്ത അത്ര പാട്ടുകൾ രവീന്ദ്ര സംഗീതത്തിൻ്റെ ഫ്ലേവറിൽ മലയാളത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരിക്കൽ പറഞ്ഞു അദ്ദേഹം, കതിരുകാണാക്കിളി എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ പൊൻകുന്നം വർക്കി സാറിൻ്റെ കഥയാണത്. പുറത്തുള്ള ഏതോ ഒരു ആളാണ് സംവിധാനം ചെയ്യുന്നത്. ആ സിനിമയ്ക്കൊരു പാട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭാസ്കർ മാഷിനെ എഴുതിയിട്ടുള്ളത്. ചന്ദ്രനുറങ്ങി താരമുറങ്ങി ചന്ദനം ചാർത്തിയ രാവുറങ്ങി. ആ രാവുറങ്ങി എന്നുള്ള ഫ്രേസ് മാത്രം നോക്കുക. ചന്ദ്രനുറങ്ങി താരമുറങ്ങി ചന്ദനം ചാർത്തിയ രാവുറങ്ങി. ഓരോ കിനാവിൻ്റെ മാമ്പൂവും തന്ന് ഓരോരോ മോഹത്തിൻ തേൻ പഴം തന്ന് ഓടിക്കളിച്ചതും പാറിപ്പറന്നതും ഒന്നായി കണ്ണീരിൽ നീന്തി തുടിച്ചതും എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. മാഷ് പറഞ്ഞത്, ഈ കതിരുകാണാക്കിളി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ എങ്ങനെ നീ മറക്കുമെന്ന ആ പാട്ട് ആ രീതിയിൽ ഉണ്ടാവുമായിരുന്നില്ല എന്നാണ്. കാരണം ആ ട്യൂൺ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു. ഇതൊക്കെ തമ്മിലൊക്കെ ലിങ്ക്ഡാണ്. ഇപ്പോൾ പാടാനോർത്തൊരു മധുരിതഗാനവും ഇതും തമ്മിൽ പാടി വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർക്കാം. നഗരം നഗരം മഹാസാഗരം നമുക്ക് ഇവിടെ കൊണ്ടുപോയി ചേർക്കാം.
അപ്പോൾ ഇതൊക്കെ പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്. രാരിച്ചൻ എന്ന പൗരനിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അത് ഒരു ബഹുദേശങ്ങൾ ചേർത്ത് വെച്ച ഒരു സിനിമയായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ പല പല നാടുകൾ. ആ സിനിമയിൽ കേരളത്തിൻ്റെ പല പല ജില്ലകളിൽ നിന്നുള്ള ആളുകളുടെ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ സംസാരിച്ചത് അവരവരുടെ ദേശത്തെ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബഹുഭാഷാ സ്വഭാവം രാരിച്ചൻ എന്ന പൗരനിലുണ്ടായിരുന്നു. അതിൽ ഒരു പാട്ടുണ്ട്, പീലിയിലെ പാടിയ പാട്ടാണ്. തെക്കുന്ന് നമ്മളൊരു ചക്കൊന്നു വാങ്ങി വന്ന് തക്കത്തിലിവിടെ കുഴിച്ചിട്ടല്ലോ, ഞാൻ തക്കത്തിലിവിടെ കുഴിച്ചിട്ടല്ലോ. ഈ കാളയെ വാങ്ങിയത് ചന്തയിൽ നിന്നാണ്. കാളയ്ക്ക് കൊടുക്കാനുള്ള നെല്ല് തരാമെന്ന് പ്രലോഭിപ്പിക്കുന്നത് കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന നെല്ലാണ്. ഇങ്ങനെ കേരളത്തിലുള്ള ഒരു 6-7 ജില്ലകളിലെ സാധനങ്ങൾ കൊടുത്തിട്ടാണ് കാളയെ പോറ്റുന്നത്. അതുപോലെ തന്നെ ആ സിനിമയ്ക്കകത്ത് പല ജില്ലകളിലെയും ആളുകളുടെ ഭാഷയുണ്ടായിരുന്നു. അതിലെ വ്യവഹാര ഭാഷ പല ജില്ലകളിൽ നിന്നാണ്. ഇത് നമ്മൾ പറയുന്ന ഇൻ്റഗ്രേഷൻ എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയാം. ഇത് ഏത് കാലത്താണ് നമ്മൾ വീണ്ടും ആലോചിക്കണം, 55-ലാണ്. ഈ കാലത്ത് പോലും അത്തരമൊരു സിനിമ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ 2 വട്ടം ആലോചിക്കണം. അപ്പോൾ ഈ 2 സിനിമയ്ക്ക് കാരണക്കാരായിട്ടുള്ള 3 പേര് ഈ ആകാശവാണിയുടെ സംഭാവനയാണ്. ഇനി വേറൊരു സിനിമയുള്ളത് നായർ പിടിച്ച പുലിവാലാണ്. അത് ഇവർ 3 പേരും കൂടെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, അത് ആ കാലത്തുള്ള വലിയൊരു ഹോളിവുഡ് ഫിലിമിൻ്റെ ചെറിയൊരു അനുകരണമായിരുന്നു സിനിമ. പക്ഷേ അതിൽ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം പറയുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഗ്രാമത്തിലേക്ക് ഒരു നഗരത്തിലെ വിസ്മയം എത്തുകയും ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ അച്ചടക്കവും അവിടെയുള്ള ആളുകളുടെ ജീവിതം താറുമാറാക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു സബ്ജക്റ്റ്. ആ സിനിമ പിന്നീട് ഭരതൻ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആരവം എന്ന് പറയുന്ന സിനിമ ഈ സബ്ജക്റ്റിനോട് ഏതാണ്ട് ഛായയുള്ളതാണ്. ഒരു സർക്കസ് വരികയാണല്ലോ, സർക്കസ് വന്നിട്ട് സർവ്വ ആളുകളുടെ കുടുംബജീവിതവും ഒക്കെ തകരാറാക്കുന്നു. പക്ഷേ അത് കുറേയും കൂടി മോഡേൺ ഔട്ട്ലുക്കിൽ വന്നൊരു സിനിമ ആയതുകൊണ്ടാണ് അതിന് വേറൊരു മാറ്റം. അത് വളരെ ഗംഭീരമായ, ഭരതൻ ചെയ്ത ഏറ്റവും മികച്ച സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയാണത് എല്ലാ അർത്ഥത്തിലും. സർക്കസ് ഇവിടെ വന്നിട്ട് ഭക്ഷണത്തിൽ ഹോട്ടലുകാരന് 25,000 ഉറുപ്പ്യ കൊടുക്കാറുണ്ട് ആ കാലത്ത്. നാട്ടിൽ മുഴുവൻ കടമായിട്ട് ഇയാൾക്ക് ഈ സർക്കസിൽ ഒന്നും കൊടുക്കാനില്ല എടുത്തിട്ട് അവസാനം മൃഗങ്ങളെയൊക്കെ കൊടുത്തിട്ട് പോവുകയാണ്. ആ മൃഗങ്ങളെ കൊടുത്ത് പോയിട്ട് ഈ കച്ചവടക്കാരന് കൊടുക്കുന്നത് ഒരു പുലീനെയാണ്. അതാണ് ഈ നായർ പിടിച്ച പുലിവാല് എന്ന് പറയുന്നത്. അതിനകത്തൊരു പാട്ട് തന്നെയുണ്ട്, ഹാല് പിടിച്ചൊരു പുലിയച്ചൻ, പുലിവാല് പിടിച്ചൊരു നായരച്ചൻ, നടുവിൽ നട്ടം തിരിഞ്ഞ് നമ്മൾ ഹലാക്കിലായി ചങ്ങാതി. അപ്പം ആ ഒരു പുലിവാല് പിടിച്ചതാണ് ആ കഥ. പക്ഷെ ആ പുലിവാല് പിടിച്ച കഥയിൽ ഇങ്ങനെ ഒരു സാധനം പറയുന്നുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ ശാന്തമായ ഒരു അന്തരീക്ഷത്തെ, നഗരവിസ്മയം തന്നെയാണ് സർക്കസ്, ഒരു നഗരവിസ്മയം കടന്നു വന്ന് പരിപൂർണമായിട്ട് ശിഥിലീകരിക്കുന്നു എന്നുള്ള വലിയൊരു രാഷ്ട്രീയം ആ സിനിമ പറയുന്നുണ്ട്. ഏത് കാലത്താണെന്ന് വീണ്ടും നമ്മൾ ആലോചിക്കണം. അതിന് ശേഷമാണ് ആരവമൊക്കെ വരുന്നത്. ആരവമൊക്കെ വരുന്നത് 80 കാലഘട്ടങ്ങളിലാണ്. 70-ന് ശേഷമുള്ള ഒരു കാലത്ത് മലയാള സിനിമയുടെ ട്രാക്ക് മാറ്റിപ്പിടിച്ച ഒരു സിനിമയാണ് നമ്മൾ പറയുന്ന ഉത്തരായനം എന്ന് പറയുന്നത്. ഉത്തരായണത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചാൽ, അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ കുറേ ഭാഗങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. അതിന് ശേഷമുള്ള കാലഘട്ടത്തെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ 75 എന്ന് പറയുന്ന ആ കാലത്തുള്ള ഭാഗം വളരെ കുറവേ ഉള്ളൂ. അതിന് ശേഷം സംഭവിച്ചിട്ടുള്ള വലിയ മാറ്റം, യുവതലമുറയ്ക്ക് ഉണ്ടായിട്ടുള്ള ഇച്ഛാഭംഗം, ദേശീയതയിലും സ്വാതന്ത്ര്യത്തിലും ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റം, ഇത്തരം മാറ്റങ്ങളൊക്കെ ആ സിനിമയിൽ ഒരുപാട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ സബ്ജക്റ്റ് തിക്കോടി മാസ്റ്ററാണ്. അദ്ദേഹവും അരവിന്ദനും കൂടിയാണ്. അരവിന്ദൻ സ്ക്രീൻ പ്ലേ എഴുതി, മാഷ് സംഭാഷണം എഴുതി. അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അതിലും സംഗീതം ചെയ്തിട്ടുള്ളത് രാഘവ മാഷാണ്. അതിൽ 2 സോങ്ങായിട്ട് പറയാൻ വയ്യ, ഒരു അഷ്ടപതിയും ഒരു കവിതയുമാണ്. ജി കുമാരപിള്ളയുടെ ഒരു കവിതയാണ് അതിനകത്തുള്ളത്. ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ പരമ്പരയിലെ കഥാപാത്രങ്ങളുടെ ഒരു ഷെയ്ഡ് ഇതിനകത്തുണ്ട്. അതായത് ഗുരുജിയാണ് വാസ്തവത്തിൽ ഇതിൽ ചന്ദ്രൻ മാഷ്, രാമുവാണ് ഇതിലെ രവി. പിന്നെ മാഷ് എഴുതിയിട്ടുള്ള സിനിമകൾ ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്നുള്ള സിനിമയൊക്കെയാണ്. അതിനകത്തൊക്കെ ഈ എന്താ പറയുക, വിപ്ലവത്തിൻ്റെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അത് അവസാന കാലത്താണ് ഭരതനാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു ഷെയ്ഡ് മാഷുണ്ട്. ഇപ്പം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ചുവന്ന കടൽ പോലെയുള്ള ഒരു നാടകമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. വളരെ
മലയാളത്തിൽ ഇതപര്യന്തം ഉണ്ടായിട്ടുള്ള ഒരു 5 ആത്മാഖ്യാനങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊന്നാണ് അരങ്ങ് കാണാത്ത നടൻ എന്ന് പറയുന്നത്. നായർ പിടിച്ച പുലിവാലിലെ ഒരു പാട്ട്, എന്തിനിത്ര പഞ്ചസാര പുഞ്ചിരിപ്പാലിൽ തങ്കം പുഞ്ചിരിപ്പാലിൽ. തങ്കം എന്നുള്ളത് അതിലത്തെ കഥാപാത്രത്തിൻ്റെ പേരാണ്, രാഗിണി റെപ്രസെൻ്റ് ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ. അവിടെ നോക്കുക, ഈ കമ്പോസർ എന്താ ചെയ്തിട്ടുള്ളത്, അത് മാഷ് മാത്രം ചെയ്യുന്ന ഒരു പണിയാണത്. വേറെ ആർക്കും അങ്ങനെ ഒരു ഫ്രേസ് ഉണ്ടാക്കാൻ പറ്റില്ല പാട്ടിൽ. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ. മാഷിൻ്റെ ഒരു രീതി ഇതാണ്. മനസ്സാറിനെ കൊണ്ട് ആദ്യം പാടിച്ചത് രാഘവൻ മാഷാണ്. വെളുത്ത പെണ്ണെ വെളുത്ത പെണ്ണെ മനസ്സിലെന്താണ്, നിൻ മനസ്സിലെന്താണ്. എവിടെ വെച്ചിട്ടാണ് ഈ ഫ്ലേവർ മാറുക നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരിക്കലും അത് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു ക്രാഫ്റ്റാണ് മാസ്റ്റർ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ചിദംബരനാഥ് മാഷാണെങ്കിലും ബാബുരാജ് ആണെങ്കിലും രാഘവ മാഷാണെങ്കിലും ഇവർക്കൊക്കെ പാട്ട് കൂടുതൽ എഴുതിയിട്ടുള്ളത് ഭാസ്കരൻ മാഷാണ്. അവരുടെ കോമ്പിനേഷനാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ചിദംബരനാഥ് മാഷ് ഒരു 2 or 3 സിനിമയാണ് വയലാർ എഴുതിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഭാസ്കരൻ മാഷാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു പാട്ട്, മാനസമാമണി മുരളി ഇന്ന് മാതക സംഗീതമരുളി മധുര പ്രതീക്ഷതൻ മാണിക്യ കടവിൽ മധുര പ്രതീക്ഷതൻ മാണിക്യ കടവിൽ കണ്ണിനാൽ തുഴയുന്ന കളിത്തോണിയേറി രാജകുമാരി വന്നു ചേർന്നു കുങ്കുമപ്പൂവുകൾ പൂത്തു തങ്കക്കിനാവിൻ താഴ്വരയിൽ കുങ്കുമപ്പൂവുകൾ പൂത്തു. പകൽക്കിനാവിൻ സുന്ദരമാകും പാലാഴിക്കടവിൽ നിദ്ര തൻ നീരാഴി നീന്തി കിടന്നപ്പോൾ. ഇതൊക്കെ അതിലെ പാട്ടുകളാണോ? കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. മാഷെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, മാഷ് ശരിക്ക് ബോർഡറിലാണ്. നാഗർകോവിലാണ് മാഷ വീട്, ഭൂതപ്പാണ്ടിയിലാണ് മാഷയുടെ വീട്. മാഷ് സംസാരിക്കുമ്പോഴൊക്കെ മാഷയായിട്ട് സംസാരിച്ച ആളുകൾക്കൊക്കെ അറിയാം, ഭയങ്കരമായ തമിഴിൻ്റെ ചുവ വരും. വയലാർ വലിയ കവിഞ്ഞറ എന്നൊക്കെ പറയും മാഷ്. പക്ഷെ പാട്ട് ട്യൂൺ ചെയ്തെടുത്ത് ഒരിടത്ത് പോലും മലയാളിത്തത്തിൻ്റെ ഒരു സൗന്ദര്യം എവിടെയും പോയിട്ടില്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുങ്കുമപ്പൂവുകൾ പൂത്തു എന്നുള്ള പാട്ടൊക്കെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. കവിതയാണത്. ആ കവിതയെ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒരു സംഗീതത്തിൻ്റെ വേറൊരു റൂട്ടിലേക്ക് പിടിക്കുന്നു. അതുകൊണ്ടാണ് ഈ എന്താ പറയുക കാവ്യസംഗീതമൊക്കെ ഗസലിന് പേര് വരാനുള്ള കാരണം അതാണ്. അപ്പോൾ ആ ഒരു റൂട്ടിലായതുകൊണ്ട് എഴുത്തിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അടുത്തത് ഉമ്മാച്ചു, ഉറൂബിൻ്റെ പ്രസിദ്ധമായ നോവൽ. അതൊരു സംഭവ കഥയാണത്. ശരിക്കും ഉറൂബ് പ്രസംഗിച്ച ഒരു കാര്യമാണ്. ഉറൂബ് മലയാള മനോരമയുടെ ഒരു കവിതാ ക്യാമ്പിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയിട്ട് അദ്ദേഹം ഈ കവിതയെക്കുറിച്ച് ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചു. അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു, അങ്ങനെ ഈ കവിതയും ഗാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. അപ്പം അതങ്ങനെ വ്യത്യാസം പറയണതിനേക്കാൾ എളുപ്പത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാനൊരു 10, 250, 300 പുറങ്ങളിലൊരു പുസ്തകം എഴുതി, ഉമ്മാച്ചു. ആ പുസ്തകത്തിൻ്റെ കഥ 12 വരി പാട്ടിൽ ഭാസ്കരൻ മാഷ് എഴുതി കൽപ്പകത്തോപ്പ് അന്യനൊരുവന് പതിച്ചു നൽകി. എനിക്ക് തോന്നി ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന്. ഏറ്റവും നല്ല ഉദാഹരണം. അതായത് അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ ഇതിന് നല്ലൊരു ഉദാഹരണം വേറെ പറയാനില്ല. അതിനകത്ത് വേറെ പാട്ടുകളുണ്ട്. വീണക്കമ്പി തകർന്നാലെന്തേ, ഏകാന്ത പഥികൻ ഞാൻ, പിന്നെ ആറ്റിനക്കരെ അക്കരെ നിൽക്കണത്. ഈ ആറ്റിനക്കരെ അക്കരെ നിൽക്കണത് ആരാണോ എന്നുള്ളത് ഒരു ബംഗാളി ഛായുള്ള പാട്ടാണ്. ആറ്റിനക്കരെ അക്കരെ ആരാണോ പൂത്തു നിൽക്കണ പൂമരമോ, എന്നെ കാത്ത് നിൽക്കണ പൈങ്കിളിയോ, ആറ്റിനക്കരെ നിൽക്കണതാരാണോ ആരാണോ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഥയുടെ പശ്ചാത്തലം ഒരു മുസ്ലിം പശ്ചാത്തലമാണ്. ഈ പാട്ടിനകത്ത് മുസ്ലിം സംസ്കാരത്തിൻ്റെ
പരിപൂർണമായിട്ടുള്ള നിഴലും ഇതിനകത്തുണ്ട്. കൃത്യമായ രാഗത്തിലാണ് മാഷ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെയൊക്കെ തന്നെ ഈ മുസ്ലിം ഫോക്കിൻ്റെ ഒരു അംശം ഇതിനകത്ത് മറ്റതിലുണ്ട്. അത് കൽപ്പകത്തോപ്പിലും അതുണ്ട്. കൽപ്പക തോപ്പന്യനൊരുവനു പതിച്ചു നൽകി നിന്റെ കൽവിലാറടി മണ്ണിലെൻ്റെ കബറടക്കി എൻ്റെ കബറടക്കി. ശാന്താ പി നായരെ കുറിച്ചൊന്ന് സംസാരിക്കാം. 50-60ഓളം പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ച് പാട്ടുകളെ നമുക്ക് ലഭ്യമുള്ളൂ. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ എത്ര മനോഹരമാണ് അവിടുത്തെ ഗാനാലാപന ശൈലി എന്നുള്ള ആ സോണറ്റ് ബാബുരാജ് സംഗീതം കൊടുത്തിട്ട് മുടിയനായ പുത്രൻ എന്ന് പറയുന്ന സിനിമയിൽ അവർ പാടിയിട്ടുണ്ട്. വേറൊരു റേഞ്ചിലാണ് അത് പാടിയിട്ടുള്ളത്. ഏകാന്ത കാമുക നിന്റെ മനോരഥം ലോകാപവാദത്തിൻ കേന്ദ്രമായി കുറ്റപ്പെടുത്തുവാൻ ഇല്ലതിൽ നാമില്ല എത്രയായാലും മനുഷ്യരല്ലേ. ഏകാന്ത കാമുക നിന്റെ മനോരഥം ലോകാപവാദത്തിൻ കേന്ദ്രമായി. ഇത് 64 രമണൻ വന്ന കാലത്ത് ഈ ഫോക്ക് ട്യൂണ് മാഷെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പാക്കനാർ പാട്ടിൻ്റെ ട്യൂണാണ്. ആക്ച്വലി പാക്കനാർ പാട്ടിൻ്റെ ഒരു റൂട്ടാണ് ഈ പാട്ട്. അപ്പോൾ മലയാളത്തിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ടുകാരിയായിരുന്നു. ഇപ്പോൾ പൂമുറ്റത്തൊരു മുല്ല വിരിഞ്ഞുമൊക്കെ ശാന്താ പി നായർ പാടിയിട്ടുള്ളതാണ്. തേങ്ങിടല്ലേ തേങ്ങിടല്ലേ തേൻകുയിലേ, നിങ്ങൾ കേട്ടണമെന്ന് എനിക്കറിയില്ല, മുടിയനാപത്തട്ടിലെ പാട്ടാണത്. ഈ ലൈല മജ്നു എന്ന് പറയുന്ന നിസാമിയുടെ കഥയ്ക്ക് പല വേർഷൻസ് ഉണ്ട്. അതിന് 10-13 വേർഷൻ ഉണ്ടായിട്ട് മൊത്തത്തിൽ ഇന്ത്യയിൽ 3 കമ്പോസർ അതിന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിൽ, തമിഴിൽ 3 കമ്പോസർ, 6 കമ്പോസേഴ്സിൻ്റെ പാട്ടെടുത്തിട്ട് നമ്മൾ ബാബുരാജിൻ്റെ പാട്ടൊന്ന് കേട്ട് നോക്കുക. അവരുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പോസേഴ്സാണ്. ചിത്രഗുപ്ത്, മദൻ മോഹൻ, ഇവരൊക്കെയാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ശ്രീധരൻ ഉണ്ണി 2 സിനിമയ്ക്കാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. ഒന്ന് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സിനിമ. പിന്നെ എഴുതിയിട്ടുള്ളത് ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിന് നല്ലൊരു പാട്ടുണ്ട്, പി ജയചന്ദ്രൻ പാടിയത്. അത് അർജുന മാഷാണ് അതിൻ്റെ മ്യൂസിക്. സ്വപ്നത്തിൽ നിന്നൊരാൾ ചോദിച്ചു പ്രേമസ്വർഗത്തിൽ കൂട്ടിനു പോരാമോ, രാഗത്തിൽ പൂമാല കോർക്കാമോ, എൻ്റെ രാജകുമാരനെ ചാർത്താമോ. അർജുന മാഷ്ടേ അസാമാന്യമായ കമ്പോസിഷനാണ് ആ സിനിമയിലുള്ള എല്ലാ പാട്ടിനും. ബാക്കി പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളത് തമ്പി സാറാണ്. ഇതുപോലെ ഭാസ്കരൻ മാഷ്ടേ ഈ പാട്ടെഴുത്തിൻ്റെ ഒരു വലിയ വിസ്മയമാണ് ഈ പാട്ട്. ഇത് മാഷ് തന്നെ സംവിധാനം ചെയ്ത സിനിമയാണിത്, കുരുക്ഷേത്രം. കുരുക്ഷേത്രത്തിൻ്റെ സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം അപ്പോൾ ശോഭന പരമേശ്വരൻ നായരും രാഘവ മാഷും പ്രൊഡ്യൂസറും കൂടെ മാഷടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനകത്തൊരു പുതിയ പാട്ട് വേണമെന്നൊരു സീക്വൻസ് പറഞ്ഞു, ഒരു പ്രാർത്ഥന പോലത്തെ ഒരു പാട്ട്. മാഷ് അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു പേപ്പർ മേടിച്ച് പേനയും മേടിച്ച് തീപ്പെട്ടിയുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ മാഷിക്ക് പാട്ട് ട്യൂൺ ഇട്ട് കഴിഞ്ഞാൽ മൂപ്പരുടെ രീതിയിൽ ഇങ്ങനെ കൊട്ടണം. അത് സാധാരണ ഈ തീപ്പെട്ടിയുടെ മുകളിലാണ് കൊട്ടുക വിരലുകൊണ്ട്. അപ്പോൾ അവിടെ പോയിട്ടൊരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാട്ടായിട്ട് വന്നു. എന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എങ്ങനെ നോക്ക് മാഷൊന്ന് നോക്കുക എന്ന് പറഞ്ഞ് രാഘവ മാഷ് കയ്യിൽ കൊടുത്തു. എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ ഞാൻ മാറ്റിത്തരാം വാക്കുകൾ. അപ്പോൾ രാഘവ മാഷ് പറയണത് ഒന്നും മാറ്റാണ്ടാവില്ല, എഴുതി തന്നാൽ നമ്മൾ ട്യൂണിടെ മാത്രമേ വേണ്ടൂ, മാറ്റണ പ്രശ്നം ഉദിക്കില്ല. കാരണം അത്രയും മ്യൂസിക്കലാണ്. അങ്ങനെ ഉണ്ടായ പാട്ടാണിത്. ഇത് വളരെ കുസൃതിയുള്ളൊരു പാട്ടാണ്. തിരുവേഗപ്പുറയുള്ള ഭഗവാൻ ഒരു നാൾ ഗൗരി എന്നൊരുത്തിയെ കിനാവ് കണ്ടു. ശിവൻ ഗൗരിയെ കിനാവ് കാണുകയും ഗൗരിയെ പുറകിൽ നിന്ന് പ്രണയപൂർവ്വം കണ്ണുപൊത്തിയപ്പോൾ അവരുടെ കുറി മാഞ്ഞു പോവുകയും അവർ ക്ഷുഭിതയായി പോവുകയും ചെയ്തു. ശിവനാകെ ഭയപ്പെട്ടു. പക്ഷേ അപ്പോഴേക്കും കിനാവിൽ നിന്ന് ഉണർന്നു എന്നാണ്. അത് സത്യത്തിൽ ഒരു ഭക്തിഗാനം, ഇതൊന്നും അല്ല, സത്യം പറഞ്ഞാൽ പ്രണയമുള്ളൊരു കുസൃതിയാണ്. പക്ഷെ അത് പാടുന്നത് ഒരു എന്താ പറയുക, ഒരു ഇതിനകത്ത് നിന്നിട്ടാണ്, പൂജാമുറിയിൽ ഇരുന്നിട്ടാണ് ഈ പാട്ട് പാടുന്നത്. ഇതിൽ വേറൊരു പ്രത്യേകത, ഇത് ശങ്കരാഭരണം എന്ന് പറഞ്ഞ രാഗത്തിൽ നിന്നാണ് മാഷ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയണം. വലിയൊരു അത്ഭുതമാണത്.
മാഷ് 2 ഗംഭീരമായ ഫോക്ക് സോങ്സ്, ശങ്കരാഭരണം, ഒന്നിൽ ശങ്കരാഭരണവും നദനാമക്രിയയും കൂടെ ചേർത്തിട്ടാണ് ഒരു പാട്ട്. കുന്നത്തൊരു കാവുണ്ട്, ഫോക്കാണത്. ആ ഫോക്കിൽ നിന്നാണ് ആ പാട്ട് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റെൻഡറിങ്ങിൽ മാത്രമാണ് നമുക്കതിൻ്റെ ഫോക്കിൻ്റെ സാധ്യത മനസ്സിലാവുന്നത്. തിരുവേഗപ്പുറയുള്ള ഭഗവാനൊരു ഗൗരിയൻ ഒരു തീയേക്കിനാവു കണ്ടു. തിരുവേഗപ്പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരിയൻ ഒരു തീയേക്കിനാവു കണ്ടു. മകയിരപ്പൂനിലാവിൽ ദശപുഷ്പങ്ങളും ചൂടി മാകൊമ്പിൽ പൊന്നു ഞാൻ ആടിയാടി. മകയിരപ്പൂനിലാവിൽ ദശപുഷ്പങ്ങളും ചൂടി മാകൊമ്പിൽ പൊന്നു ഞാൻ ആടിയാടി. ഈ ഭാസ്കരൻ മാഷ്ടർ സ്റ്റുഡിയോയിൽ നിന്ന് 18 കിലോമീറ്റർ അപ്പുറത്തേക്ക് അപ്പോൾ അവിടെയാണ് അവർ താമസിക്കുന്നത്. അവിടെ ഉള്ള സാമിസ് ലോഡ്ജിലാണ് താമസിക്കുന്നത്. സാമിസ് ലോഡ്ജിലേക്ക് പോകുമ്പോൾ കാറിലിരുന്നു കൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും മാഷ് ഇതിന് ട്യൂണിട്ടു എന്നാണ് പറയുന്നത്, രാഘവ മാഷ്. ഇനി ഉത്തരായണത്തിലെ കുമാരപിള്ള സാറിൻ്റെ കവിത ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗ ഗംഗയായി. ഇത് അരവിന്ദൻ, മരിച്ചുപോയ എ രാമേന്ദ്രൻ സാറ്, അങ്ങനെ ഉള്ളൊരു ഗ്യാങ് കംപ്ലീറ്റ്, കോഴിക്കോടുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു ഗ്യാങ്, പട്ടത്തുവിള കരുണാകരൻ, അങ്ങനെയുള്ളൊരു വലിയ ഗ്യാങ്ങിൽ ഈ രാമേന്ദ്രൻ സാറ് വരുമ്പോൾ കർണാട്ടിക് മ്യൂസിക് ശരിക്കും പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ സാറ് ഈ കവിത ഈ ശുഭപന്തുവരാളിയുടെ ഒരു ഛായയിൽ വെറുതെ ചൊല്ലും. ആ കവിത വേണം ഇത് സിനിമയിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയിലേക്ക് അത് എടുക്കുന്നത്. രാഘവ മാഷായപ്പോൾ അത് പാട്ടിൻ്റെ വേറൊരു രൂപത്തിലേക്ക് വന്നു. യേശുദാസിൻ്റെ ഏറ്റവും മികച്ച ആലാപനങ്ങളിൽ ഒന്നായിരിക്കണം അത്. ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗ ഗംഗയായി പകരുന്ന മണിവീണ മൂകമായി. ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗ ഗംഗയായി പകരുന്ന മണിവീണ മൂകമായി. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ മലയാള സിനിമ ദിശാവ്യതിയാനത്തിന്റെ തിരസാക്ഷ്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഇ ജയകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇതോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.